പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ആഘോഷങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, ആഘോഷങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകൾ, ഇതെല്ലാത്തിനും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണമെന്ന് വചനം പറയുന്നു. അപ്പോൾ ഇത് കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നീതിയിൽ ജീവിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ ദൈവം ന്യായമായ രീതിയിൽ നീതിയായി അവിടുന്ന് വിധിക്കുന്നവനാണ്. എന്നാൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും ശിക്ഷാവിധിയിലേക്കും ന്യായവിധിയിലേക്കും കടന്നു വരികയും അവർ നരകയാതന അനുഭവിക്കുകയും വേണമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓൺലൈൻ ധ്യാനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഈ മാസം 27 എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച 27, 28, 29, 30 എന്ന് പറയുമ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമുക്ക് ഓൺലൈൻ ധ്യാനമുണ്ട്. വൈകുന്നേരം രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ടാവും, ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പുണ്ട്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ടല്ല. അപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് എപ്രകാരം നമ്മൾ ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നഷ്ടപ്പെടുമ്പോൾ വന്നു പോകുന്ന തകർച്ചകളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാം എന്നുള്ളതിനെക്കുറിച്ചും, അത് രോഗമാകട്ടെ, ശാപമാകട്ടെ, കടബാധയാകട്ടെ, കുടുംബ തകർച്ചയാകട്ടെ, മക്കളില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ ജോലിയില്ലാത്ത അവസ്ഥ, ഒരുപാട് ദുരിതങ്ങൾ, ആത്മഹത്യ ചിന്ത, ഭാവി ഓർത്തുള്ള ആകുലത, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ്. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി എപ്രകാരം ഒരുങ്ങണം എന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന പ്രബോധനങ്ങളാണ്, വിഷയങ്ങളാണ് അതിനകത്തുള്ളത്. ദൈവദിനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കണം. മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. അവധി ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കൂടെ വൈകുന്നേരങ്ങളിൽ, സായാഹ്നങ്ങളിൽ ചിലവഴിക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മളെല്ലാവരെയും വിശുദ്ധീകരിക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. പത്രോസിലേക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങൾ. നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം ആ ദിവസങ്ങളായിരിക്കേണ്ടത്? ക്രിസ്ത്യാനി എന്ന് ബൈബിൾ പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ബൈബിളിലെ ചില ഭാഗങ്ങളൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ബൈബിളിൽ കാണുന്നത് അപ്പസ്തോലന്മാർ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പസ്തോലന്മാരും യേശുവിൻ്റെ വചനം കേട്ട് ശിഷ്യത്വം സ്വീകരിച്ച കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തികളുമൊക്കെ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായത്തിന് 26 നമ്മളിങ്ങനെ വായിക്കുന്നു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് അന്ത്യോക്യയിൽ വെച്ചാണ്. നമ്മൾ തുടർന്ന് വായിച്ചു വരുമ്പോൾ കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 19:9 തുടക്കം മുതൽ നമ്മൾ കാണുന്നത് പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ സ്നാനം സ്വീകരിച്ച കുറേ ശിഷ്യന്മാരെ കണ്ടു. അവർ അനുതാപത്തിൻ്റെ സ്നാനമായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ആ സ്നാനത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അവിടെ നമ്മൾ കാണുന്നത് ഈ ഒരവസ്ഥ വന്നപ്പോൾ യഹൂദരായ മനുഷ്യർ കുറേ പേരുണ്ടായിരുന്നു. അവർ ദൈവവിശ്വാസികളാണ് എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസികളല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തു മാർഗം, അങ്ങനെ ഒരു മാർഗമുണ്ട്, ബൈബിൾ അങ്ങനെ വാക്കുണ്ട്, ക്രിസ്തു മാർഗം. ആദിമ കാലഘട്ടങ്ങളിൽ ക്രിസ്തു മാർഗം എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ മാർഗം, ക്രിസ്തുവിൻ്റെ ജീവിതം അനുകരിച്ച് നടന്ന വ്യക്തികൾ, അവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. എന്ന് വെച്ചാൽ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പേരിന് വേണ്ടി മാത്രമല്ല, പിന്നെ ക്രിസ്തു എന്താണോ പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവപിതാവ് എന്താണോ അരുളി ചെയ്തിരുന്നത്, ഈശോ പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 24:44 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, അതുപോലെ സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടത്, മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാക്കപ്പെടണം. പഴയ നിയമത്തിൽ നിരവധി സ്ഥലങ്ങൾ ഈശോയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമം മാറ്റി വയ്ക്കാൻ പറ്റുകയില്ല, പുതിയ നിയമം മാത്രം പോരാ. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് പ്രവചനങ്ങൾ ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്,
യേശു ക്രിസ്തു അന്നു മുതലേ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് പിതാവായ ദൈവം എപ്രകാരമാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മളെ കൂടുതലായിട്ട് പഠിപ്പിച്ചത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമം വഴിയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ക്രിസ്തു പഠിപ്പിച്ച ഓരോ മേഖലയുമായിട്ട് അനുബന്ധമായിട്ട് അതനുസരിച്ച് ജീവിച്ച വ്യക്തികളുടെ ഒരു ഗണം, ആ മാർഗത്തെ വിളിക്കുന്നവരാണ് ക്രിസ്തു മാർഗം. എന്നാൽ ദുർവാശിക്കാരായ ചിലർ, വചനം ഇങ്ങനെ പറഞ്ഞത്, വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു മാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. ഇത് കടുപ്പമുള്ള മാർഗമാണ്, ഈ മാർഗം വഴി മുന്നോട്ട് പോയാൽ പറ്റുകയില്ല, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ശരിയാവുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അതൊക്കെ അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം അവർ ഈ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പോകുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം പോകുന്നവരല്ല. അവർ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ അവർ ക്രിസ്തു മാർഗത്തെ ദുഷിച്ചു. ഇനി അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെ 23-ാം തീയതി പറയുകയാണ്, ആയിടെ ക്രിസ്തു മാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി. അപ്പോൾ ക്രിസ്തു മാർഗത്തെക്കുറിച്ച് എന്നും ഈ ഭൂമിയിൽ വലിയ പ്രശ്നങ്ങളാണ്. അതിൻ്റെ കാരണം ക്രിസ്തു പ്രശ്നക്കാരനായതുകൊണ്ടല്ല, പിന്നെയോ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത അനീതിയിൽ ജീവിക്കുന്നവർക്ക്, പാപത്തിൽ ജീവിക്കുന്നവർക്ക്, സ്നേഹമില്ലാതെ ജീവിക്കുന്നവർക്ക്, ചതി കാണിക്കുന്നവർക്ക്, വഞ്ചന കാണിക്കുന്നവർക്ക് ഈ മാർഗം ശരിയല്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വ്യക്തി കർത്താവിൻ്റെ വചനം വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം യോഹന്നാൻ സുവിശേഷം 12:48 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. അപ്പോൾ അന്ത്യദിനത്തിൽ നമ്മളെ വിധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിലൂടെ നമ്മൾ കേട്ട വചനം, കർത്താവ് പറഞ്ഞ വചനപ്രകാരമാണ് നമുക്ക് വിധിയുള്ളത്. അതുകൊണ്ട് വചനം കേട്ടില്ല എന്ന് പറഞ്ഞൊന്നും, കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ന്യായവാദമൊന്നും അവിടെ വില പോകുകയില്ല ആ വിധി ദിവസം. കാരണം ഇന്ന് ഒരുപാട് മുക്കിന് ധ്യാനേന്ദ്രമുണ്ട്, ശുശ്രൂഷകളുണ്ട്, യൂട്യൂബ് വഴി ഇഷ്ടംപോലെ ധ്യാനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ വചനത്തിനനുസരിച്ച് ധ്യാനഗുരുക്കന്മാർ ചിലപ്പോൾ പല ബോധ്യങ്ങളും പറഞ്ഞേക്കാം. എന്നാൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തും ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടൊരു സന്ദേശം കിട്ടപ്പം കേരളത്തിലെ അതിപ്രശസ്ത ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം, അതുപോലെ തന്നെ രൂപതകളിൽ, മെത്രാസന മന്ദിരങ്ങളിലൊക്കെ അത്തപ്പൂക്കളവും ഓണാഘോഷവും മാവേലിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. വലിയ വചനപ്രഘോഷരെന്ന് പറയുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അവരൊക്കെ ഇതിനെയൊക്കെ ഇങ്ങനെ വെള്ളപൂശുക എന്ന് പറയുന്നത് പോലെ ഇതിനെയൊക്കെ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. ആൾത്താരുടെ മുമ്പിലിരുന്ന് ഓണാഘോഷത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ആൾത്താരുടെ മുമ്പിൽ അത്തപ്പൂക്കളം ഇടുന്നു, ബലിപീഠത്തിൽ അത്തപ്പൂക്കളം ഇടുന്നു, പള്ളിക്കകത്ത് ഡാൻസ് നടക്കുന്നു. ഇതൊക്കെ ബൈബിളിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മുമ്പുള്ള രാജാക്കന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം, ഇങ്ങനെയുള്ളവർക്കെല്ലാം എന്താ സംഭവിക്കുക? വചനം തന്നെ അന്ത്യദിനത്തെ അവരെ വിധിക്കും. അപ്പോൾ അവർ ഒരുപാട് വചനം പറയും, പക്ഷേ ആ വചനം എല്ലാവർക്കും കെണിയായിട്ട് മാറും. എന്തുകൊണ്ടാണ്? വചനം കെണി ഉണ്ടാക്കാൻ വന്നതല്ല. പിന്നെയോ ഓരോ വചനവും നാം സ്വയം അനുസരിക്കേണ്ടവരാണ്. അതനുസരിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴും നമ്മളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ഓണാഘോഷമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ, ഞാൻ ഹൈന്ദവ സഹോദര ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അവരത് ചെയ്യുമ്പോൾ അവർക്കതിന് ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഹൈന്ദവ മതത്തിലുള്ള ചില ആചാര്യന്മാർ, വേറെ ഹൈന്ദവ മതത്തിന് പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു ആചാരം എന്ന് പറയാനില്ല, ഒരുപാട് ആചാര്യന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള ആചാര്യന്മാർ പലരും എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു മുമ്പ്, ഒരു കെട്ടുകഥയാണത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില മേഖലകളാണ്. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഓരോന്നോരോന്ന് പോയി. നമുക്ക് പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഇനി ആരുടെയാണോ എന്താണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. തുള്ളിച്ചാടാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തെല്ലാം വീഴുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഇടവക ദൈവാലയങ്ങൾ ഇതിനെല്ലാം അടിമകളാണ്. അവിടെ അതിനകത്ത് സംഘടനാ ഭാരവാഹികളുണ്ട്, അതുപോലെ വികാരിച്ചൻ കാണും, കൊച്ചച്ചൻ കാണും, മെത്രാന്മാർ വരെ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെയൊന്നും വിധിക്കാനല്ല ഇത് പറയുന്നത്. ചിലപ്പോൾ അവരിങ്ങനെയുള്ള വചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേട്ട് കാണത്തില്ല. കാര്യം ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ആ വ്യക്തി പല സ്ഥലങ്ങളിലും നമ്മുടെ ക്രിസ്തീയ സ്ഥലങ്ങളിൽ, ക്രിസ്തീയ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും
പരിപാടികൾക്കൊക്കെ വിളിക്കുമ്പോൾ ദൈവവചനം കൊട്ടേഷൻ സഹിതം പറയാറുണ്ട്. ഇന്ന അധ്യായം സങ്കീർത്തന പുസ്തകം 121 ഇത്ര മുതൽ ഇത്രയുള്ള വാക്യങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയാറുണ്ട്. നിങ്ങൾ ആ സമ്മേളനങ്ങളൊക്കെ പരിശോധിച്ചാൽ, പരിപാടി പരിശോധിച്ച ഒരു കാര്യം പിടികിട്ടും. അവിടെ ഇരിക്കുന്നത് സംഘടിപ്പിച്ചതാരാ? രൂപതയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളായിരിക്കാം, സ്ഥാപനമായിരിക്കാം. അവിടെ എന്തായാലും തീർച്ചയായിട്ടും അവിടെ മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, സഭയുടെ ഉയർന്നവരെന്ന് അറിയപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. അത് ഓരോരുത്തരും നിയോഗിച്ചിരിക്കുന്ന സംഘടനാ ഭാരവാഹികളുണ്ട്. ഇവരാരും ഒരു വചനം അവിടെ പറയത്തില്ല. കാര്യം എന്താ? മതസൗഹാർദ്ദം പൊളിവെന്നും പറഞ്ഞ് ഇവരാരും ഒന്നും പറയത്തില്ല. പക്ഷേ ഒരു ഹൈന്ദവനായിരിക്കുന്ന മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ഈ വചനം പറയുമ്പോൾ അവിടെ ഒരു വർഗീയത ആരും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്കുള്ള ധൈര്യം പോലും അവിടെ ഇരിക്കുന്ന ഒറ്റ എണ്ണത്തിന് ഇല്ല എന്നുള്ള. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. പുള്ളി ബൈബിൾ വായിക്കുന്നുണ്ടാവും, പക്ഷേ ക്രിസ്തു വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ള നമുക്കറിയത്തില്ല. സാധ്യത കുറവാണ്. കാരണം വചനം വായിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ, ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആരും ബൈബിൾ വായിക്കാറില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. കാരണം നമുക്ക് തിരക്കാണല്ലോ, ബൈബിൾ വായിക്കാൻ നേരമില്ല. പക്ഷേ വചനം പറയുകയാണ്, ഞാൻ പറഞ്ഞ എല്ലാ വചനവും അന്ത്യദിനം തന്നെ വിധിക്കും. അതുകൊണ്ട് ആ വിധിയാളുടെ മുമ്പിൽ അവിടെ ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അനുസരിച്ച് കണക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനം. അവിടെ പറയുന്നു, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ. വിജാതിയരാണ് ക്രിസ്തു വിശ്വസിക്കാത്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ സഭയ്ക്കകത്തുള്ളവർ തന്നെയാണ്, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ തന്നെയാണ്. യഹൂദരിൽ തന്നെ വിജാതിയരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ യഹൂദ പാരമ്പര്യങ്ങളൊക്കെ പലർക്കും ഉണ്ട്. കൃത്യമായിട്ട് അവർ സിനഗോഗിൽ പോകുന്നു, ദൈവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇടവകയിലോ സംഘടനയിലോ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവർ ക്രിസ്ത്യാനിയായിട്ട് കാണണ്ട, അവരെ വിജാതിയരായിട്ട് കണ്ടാൽ മതി. മാമോദീസ ജലം തലയിൽ വീഴുന്നതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനി ആകത്തൊന്നുമില്ല. സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാമോദീസായിലൂടെ ഒരു വാതിലൂടെ എന്ന വണ്ണം നിങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ കുഞ്ഞും ക്രിസ്ത്യാനിയായി എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ വ്യക്തി ക്രിസ്ത്യാനിയാകുന്ന, യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്ന, ദൈവം അംഗീകരിച്ചൊരു ക്രിസ്തു വിശ്വാസിയാകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം അനുസരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ. അവരെന്താ ഇഷ്ടപ്പെടുന്ന? അഴിഞ്ഞാട്ടത്തിലും, ഇതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അഴിഞ്ഞാട്ടത്തിലും ജഡമോഹങ്ങൾ. ആണും പെണ്ണും എല്ലാം ഒരുമിച്ച് കൂടി, അതുമായിട്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്നതിൽ തെറ്റൊന്നുമില്ല. അവിടെ സഹോദരന്മാരായിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട്. എന്നാൽ ഇത് വെച്ചും കൊണ്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂടിയാൽ പലപ്പോഴും ആണുങ്ങൾ അവിടെ വരും, പെൺകുട്ടികൾ അവിടെ വരും. അതുകൊണ്ട് ആണുണ്ടെങ്കിലേ പെണ്ണ് വരത്തുള്ളൂ, പെണ്ണുണ്ടെങ്കിലേ ആണ് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ചില തന്ത്രപരമായ പരിപാടികളൊക്കെ സംഘടനക്കാരുണ്ടാക്കും. പിന്നെ രാത്രിയും പകലും ഒക്കെ അവിടെ തന്നെ ആയിരിക്കും, ജഡമോഹങ്ങളിലും. പിന്നെ അതിനോടൊപ്പം തന്നെ മദ്യപാനം. ഇത് കഴിഞ്ഞ് പോകുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? പള്ളിക്കകത്ത് വെച്ച് കുടിക്കണമെന്നൊന്നുമില്ല, പള്ളിക്ക് പുറത്ത് വെച്ചും കുടിക്കണമെന്നില്ല, ചിലടത്ത് അത് നടക്കുന്നുണ്ട് പലയിടത്തും. അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി കമ്പനി അടിച്ചിട്ട് മദ്യപാനം, മധുരോത്സവങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലകൾ. നിശുദ്ധമായ വിഗ്രഹാരാധന, അവിടെ വിഗ്രഹാരാധന നടക്കും. കാരണം ഇവരെന്തിനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഏതെങ്കിലും അത്തപ്പൂക്കളം ഇടാനായിരിക്കാം, അല്ലെങ്കിൽ ഓണത്തിന് മറ്റു കാര്യങ്ങൾ നടത്തുവാനായിരിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചിലവഴിച്ചു. വിജാതിയർ ചെയ്ത് അങ്ങനെ ചിലവഴിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന വചനമൊക്കെ കേട്ട് ധ്യാനമൊക്കെ കൂടി നവീകരിക്കപ്പെട്ട വ്യക്തിക്ക് ഇതൊരിക്കലും അനുവദനീയമല്ല. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ശരിയായ ക്രിസ്ത്യാനിക്ക് വചനപ്രകാരം ഒരു ഹിന്ദുവും നിങ്ങളെ കുറ്റം പറയത്തില്ല, ഒരു മുസ്ലിമും നിങ്ങളെ കുറ്റം പറയത്തില്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കൾ നിങ്ങളെ കുറ്റം പറയത്തില്ല. കാരണം നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ടെന്ന് അവരറിയും. കാര്യം എന്താ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നു. ആ ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഏക ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ മാത്രമേ വിശ്വസിക്കൂ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ശരിയായ ഒരു വിശ്വാസമുള്ള ക്രിസ്ത്യാനി ഈ പണിക്ക് പോവില്ല. അതുകൊണ്ട് മറ്റു മതങ്ങൾക്കൊരു പരാതിയില്ല. പക്ഷേ പ്രശ്നം മുഴുവൻ ആർക്കാ? നമുക്കാണ്. നമ്മളിങ്ങനെ ദൈവത്തെ കോലം കെട്ടിച്ച് എല്ലാ രീതിയിലും നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഇമാജിൻ ചെയ്ത ദൈവത്തെ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നു. ന്യായീകരണം പലതും ഉണ്ടാകാം, പക്ഷേ വചനപ്രകാരം തെളിയിക്കണം. ഞാൻ ചെയ്യുന്നത് ശരിയാണ് തെളിയിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു തെളിവ് നമുക്ക് തരാനില്ല. കാരണം വചനം പറയുന്നു, അന്യദേവാരാധന പാടില്ല. അപ്പോൾ വിഗ്രഹാരാധന മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. ഇനി അവരുടെ ദുർവൃത്തികളിൽ എന്ന് പറയുമ്പോൾ മുമ്പ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു.
ധ്യാനം കൂടിയപ്പോൾ നിങ്ങൾ പറയുകയാണ്, വചനം കേട്ടപ്പോൾ നിങ്ങൾ പറയുന്നു ഇനി ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ധ്യാനിപ്പിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും ദൈവവചനം അനുസരിക്കുന്നവരല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ എന്നാൽ നിങ്ങൾ ചിലർ പറയുകയാണ്, ഇനി ചിലർ പറയുകയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പം ബ്രദറെ ഒറ്റപ്പെട്ടു പോകുന്നു, ഓണാഘോഷം ക്രിസ്ത്യാനി ചെയ്യുന്ന തെറ്റാണെന്ന് പറയുമ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെട്ടു പോട്ടെ, കാര്യം അങ്ങനെ ബൈബിൾ വചനമുണ്ട്. അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുന്നു. ഇവനെന്താണ് സാധാരണ ഒരു മനുഷ്യനല്ലേ, ഇവൻ കേരളീയനല്ലേ, ഇവൻ കേരളക്കാരനല്ലേ, മലയാളിയല്ലേ എന്നൊക്കെ വിസ്മയിക്കുന്നു. നിങ്ങൾ ദുഷിക്കുകയും ചെയ്യുന്നു. കാരണം ചെയ്യാത്ത അവനെന്തോ വട്ടായിരിക്കും, അവനെന്തോ കുഴപ്പമുണ്ടായിരിക്കും, ആത്മീയത ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ തലയിൽ കയറിയാൽ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ദുഷിക്കുകയും ചെയ്യും. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. ആരാ? ഈ അഴിഞ്ഞാട്ടത്തിൽ കഴിയുന്നവർ, വിഗ്രഹാരാധന കഴിയുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ അത്തപ്പൂക്കളം പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന മേഖലകളുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് ബൈബിളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ബൈബിളിൽ കാണും, ജെറമിയ പ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട് ആരാധനയിൽ അനാചാരങ്ങൾ. നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്നതും പല സ്ഥലം നടക്കുന്നത് എങ്ങനെയാണ്. അവിടെ 12-ാം തീയതി പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, 18 ആകാശരാജ്ഞിക്ക് സമർപ്പിക്കാൻ വേണ്ടി അപ്പം ചൂടാൻ കുഞ്ഞുങ്ങൾ വിറക് പറക്കുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ, മാതാപിതാക്കൾ പൂ പറിച്ചുകൊണ്ട് വരുന്നു, എന്ത് ചെയ്യുന്നു? വിറക് പറക്കുന്നു. പിതാക്കന്മാർ തീ ഊതുന്നു എന്ന് പറയുമ്പോഴോ മാതാപിതാക്കന്മാർ ചെയ്യുന്നു. ചെറുപ്പക്കാരല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന മറ്റ് ചെറുപ്പപ്രായത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു? അവരെല്ലാം പൂക്കളമൊക്കെ ഇടുന്നു. പിന്നെ സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു. കണ്ടോ? ഇതാണ് സംഭവിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളും പിതാക്കന്മാരും സ്ത്രീകളും എല്ലാവരും കൂടെ ചേർന്ന് പറയത്തില്ലേ, ആ സംഘടന, ഈ സംഘടന, ആ സംഘടന, മാതൃവേദിക്കാരൊരു ഭാഗത്ത്, യുവദീപ്തിക്കാർ, KCUMകാർ അല്ലെങ്കിൽ MCUMകാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വശത്ത്, അപ്പോൾ അല്ലെങ്കിൽ CYM അങ്ങനെ ഒരു സംഘടന, അങ്ങനെ കുറേ സംഘടനക്കാരുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു വശത്ത് എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് പേര്, പിന്നെ ജീസുകാരനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ക്രിസ്ത്യൻകാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള ക്രിസ്ത്യൻ എന്ന് ഞാൻ ഉദ്ദേശിച്ച ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചല്ല പറയുന്നത്, ക്രിസ്ത്യൻ ധ്യാനേന്ദ്രമല്ല, അവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സെക്ഷൻ, യുവജനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നുണ്ട്, സംഘടനാപരമായ മേഖലകൾ, പിന്നെ വിൻസെൻ്റ് പോളുകാരും വേണമെങ്കിൽ വരും. ഞാൻ കുറേ സംഘടനയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി സംഘടന എല്ലാവരും അവമാനിച്ചെന്നും പറഞ്ഞാലും വന്നേക്കരുത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പള്ളി വിളിച്ചു പറയത്തില്ല, നിങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഇതിനകത്ത് വേണം. ആരെയൊക്കെ പങ്കാളിത്തം വേണം? കുറച്ച് പേർക്ക് പൂ വരയ്ക്കാനുള്ള പങ്കാളിത്തം വേണം, കുറച്ച് പേര് നിലമൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള പങ്കാളിത്തം വേണം, കുറച്ച് പേര് പൂവൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാനുള്ള പങ്കാളിത്തം വേണം, കുറച്ച് പേര് ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ പുതിയ അത്തപ്പൂക്കളമാണ്, മാതാവിൻ്റെ പടമുള്ള അത്തപ്പൂക്കളം, ഈശോയുടെ വരമുള്ള അത്തപ്പൂക്കളം, കുരിശിൽ മരിച്ച ഈശോയുടെ മുൾക്കിരീടമുള്ള അത്തപ്പൂക്കളം, എന്തെല്ലാം ടൈപ്പാണെന്നറിയാം ഇപ്പോൾ ഇറങ്ങുന്ന. ഇപ്പോൾ കർത്താവിനെയൊക്കെ ഇപ്പോൾ ഒരു മാവേലിയുടെ അതേ ലെവലിലേക്ക് ആക്കി മാറ്റി, അങ്ങനെയൊക്കെയുള്ള ലെവലാക്കി മാറ്റി. ഇതിനെന്താ പ്രത്യുപകാരം സംഭവിക്കുക? ഇതിനൊക്കെ എന്ത് സംഭവിക്കും? ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും. അത് ശമിക്കാതെ കത്തിയേരിയും. എന്ന് വെച്ചാൽ മനുഷ്യരെയും മൃഗങ്ങളുടെയും സകല ജീവജാലങ്ങളുടെ മേലും ദൈവക്രോധം ഉണ്ടാക്കപ്പെടും. ഇനി ഇതിപ്പോൾ പള്ളിക്കകത്ത് വെച്ച് നടത്തുന്ന പരിപാടിയുണ്ട്. മക്കവായരുടെ പുസ്തകത്തിൽ 2 മക്കവായർ 6-ാം അധ്യായത്തിൽ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. മതപീഡന കാലഘട്ടത്തിൽ നടന്നു. ഈ കത്തോലിക്കൻ തന്നെയാണ് കത്തോലിക്കനെതിരെയുള്ള മതപീഡനം ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അവർ കർത്താവിനെ അറിയാത്തതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ ഇതിനകത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന കുറേ പാർട്ടികളുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരെ ആചാരങ്ങളും ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായവരെ ആദൻസുകാരനെ അയച്ചു. എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി എന്തു ചെയ്തു? രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അന്നത്തെ രാജാവിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ പേര് ഇതായിരുന്നു, എപ്പിപ്പാനോസ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അന്ത്യോക്യയിലെ എപ്പിപ്പാനോസ് എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ അവിടെ പറയുന്നൊരു മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇത് പ്രധാനമായിട്ടൊരു വാക്കം വായിച്ചു പോയാൽ, വിജാതിയർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് വേശ്യകളുമായി ഉല്ലസിക്കുക.
മറ്റു സ്ത്രീകളുമായി സംഗമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്തു കൊണ്ടുവന്നു. എവിടെ? ദേവാലയത്തിനകത്ത് കൊണ്ടുവന്നു. മ്ലേച്ഛവും നിഷിദ്ധവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു. എന്ന് വെച്ചാൽ ഓണക്കുർബാന, ഓണസദ്യ വരെ പള്ളിക്കകത്തുണ്ട്, ഓണക്കുർബാനയുണ്ട്. അന്ന് ഒരു പുരോഹിതനിടേണ്ട പുരോഹിത വസ്ത്രം അല്ലാതെ മറ്റൊരു വസ്ത്രം ഇട്ട് പുരോഹിതൻ ബലിയർപ്പിക്കുകയാണെങ്കിൽ അത് അസാധുവാണ്. കാരണം ആ വ്യക്തി അന്ന് നേരിയതോ വേറെ എന്തെങ്കിലും ഉടുപ്പാക്കിയിട്ട് ബലിയർപ്പിക്കും. ഞാൻ പുരോഹിതൻ, എനിക്ക് ഇഷ്ടമുള്ള കണക്ക്, അങ്ങനെ ഇഷ്ടമുള്ള കണക്ക് ബലിയർപ്പിച്ചവരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള കണക്ക് ബലിയർപ്പിച്ചവർക്കൊക്കെ സംഭവിച്ചത് എന്താണെന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇഷ്ടമുള്ള കണക്ക്, അങ്ങനെ ഇഷ്ടമുള്ള കണക്ക് ബലിയർപ്പിക്കാൻ ഒരു പുരോഹിതനും, സഭ അവിടെ നിൽക്കട്ടെ, ആദ്യം ദൈവ അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സഭയെ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഉടനെ സഭ എന്ന് പറയുമല്ലോ, സഭ അനുഭവിച്ചു, സ്ഥലം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയും. ദൈവം പറയാത്തൊരു കാര്യം സഭ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് സഭ പറയുന്നതെങ്കിൽ ആ വാക്കുകൾ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അഹറോനെ പോലെയുള്ള സ്വഭാവം കാണിക്കരുത്. ജനത്തിൻ്റെ അഴിഞ്ഞാട്ട മോശ കണ്ടു. പുറപ്പാട് 32:25. ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാക്കത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹറോൻ അവരെ അനുവദിച്ചു. അഹറോൻ മഹാപുരോഹിതനായിരുന്നു. അഹറോൻ എന്ത് ചെയ്തു? ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹറോൻ അവരെ അനുവദിച്ചു. അതുകൊണ്ട് ഇതുപോലെ അഹറോന്മാരെന്നുണ്ടെങ്കിൽ അവർക്ക് അഴിഞ്ഞാടേണ്ടത് കൊണ്ട് ചിലപ്പോൾ ഞാൻ കണ്ടുണ്ട്, സ്റ്റേജിനകത്ത് നിന്ന് പിള്ളേരുടെ ഡാൻസും കണ്ട് ഇങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ ശരീരവിലക്കം കണ്ട് ആസ്വദിച്ച് അവരുടെ ആട്ടവും അഴിഞ്ഞാട്ടവും ചാട്ടവും ഓട്ടവും എല്ലാം കണ്ട് ആസ്വദിച്ച് സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്നവർ. ക്രിസ്ത്യാനിക്ക് സത്യം പറഞ്ഞാൽ വചനപ്രകാരം ജീവിക്കാനേ അനുവാദമുള്ളൂ, അല്ലാതെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനി നമ്മുടെ സമയം നമ്മൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു. 13 വയസ്സുള്ള കുട്ടി വരെ ഇന്ന് സ്വന്തം അപ്പൂപ്പനെ കൊലപാതകം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന കാലഘട്ടമുള്ള കേരളത്തിൽ ചിന്തിച്ചു നോക്കണം. അതുപോലെ എന്തെല്ലാം ഞാനൊരു ചെറിയ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്തെല്ലാം നടക്കുന്നു ഈ കേരളത്തിൽ. അതിനൊക്കെ വേണ്ടി മുട്ടുമെന്ന് പ്രാർത്ഥിക്കാനും നിരവധി പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനും പാപമോചനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനും കത്തോലിക്കരായ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ശ്രമിക്കാൻ. അല്ലാതെ ഈ അഴിഞ്ഞാട്ടവും വിഗ്രഹാരാധനയും അന്യദേവ പൂജയൊക്കെ ആയിട്ട് നടന്ന് സമയം കളഞ്ഞ് നമ്മളിങ്ങനെ ആഘോഷങ്ങളുടെ പിന്നാലെ പോയി ജീവിക്കാനുള്ളവരല്ല നമ്മൾ. അതുകൊണ്ടൊരു തീരുമാനമെടുക്കണം ദൈവസന്നിധി. ഇനി എൻ്റെ ഐഹിക ജീവിതം എനിക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലനെ പോലെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സന്ദേശങ്ങൾ മറ്റൊരു പങ്കുവെച്ചു കൊടുക്കുക. ചിലർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് അവർ ന്യായവിധി ചെന്ന് കണക്ക് കൊടുക്കേണ്ടി വരും. വിധി അവരുടെ മേലുണ്ടാകും. നരകം തന്നെ ആയിരിക്കാം പിന്നെ ലഭിക്കുക. ഇനി ചിലരുണ്ട് നരകമൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സ്വർഗ്ഗത്ത് പോകും, ദൈവം കരുണയുള്ളവനാണ്. തോന്നിവാസം കാണിക്കുന്നവരോട് ദൈവം ഭൂമിയിൽ കാണിക്കുന്ന കരുണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുദപിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തോന്നിവാസം കാണിക്കുന്നവരിലൂടെ എല്ലാ തോന്നിവാസം കാണിച്ചു ദൈവം കരുണയുള്ളവനാണെന്ന് പറഞ്ഞ് തട്ടുകൂട്ടി കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിളിലില്ല. അങ്ങനെ പറഞ്ഞ് ജനത്തെ പറ്റിക്കുന്നവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് കർശനമായിട്ട് നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുക, താല്പര്യമുള്ളവരെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരെയും ഓർക്കുക. ഞങ്ങളുടെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് മാത്രമാണെന്ന് ഞങ്ങളുടെ ദൈവവും രക്ഷകനെന്ന് ഏറ്റുപറയുന്നു. അന്യദേവ ആരാധന നടത്തിയ ഇസ്രായേൽ ജനതയ്ക്ക് വന്ന തകർച്ചകൾ ഇന്നും സമൂഹത്തിൽ കുടികൊള്ളുമ്പോൾ അതിൻ്റെ എല്ലാം കാരണങ്ങൾ മനസ്സിലാക്കി അങ്ങയോട് ചേർന്നിരുന്ന് പരിശുദ്ധമായൊരു ജീവൻ നയിക്കാൻ സ്വർഗപിതാവെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ പ്രലോഭിക്കുന്ന ഈ ലോകത്തിൻ്റേതായ സകല മോഹങ്ങളും ആധിപത്യങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹം, കുരിശിനോടുള്ള സ്നേഹത്തെ പ്രതി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണെന്നുള്ള സ്നേഹത്തെ പ്രതി അങ്ങയെ പങ്കുവെച്ചു കൊടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലുള്ളവരെ നിരവധി പേരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാൻ
രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, ശരിയും തെറ്റും എന്താണെന്ന് ഞങ്ങളെ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ നയിക്കണമേ, വഴി നടത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കാവൽ ദൂതന്മാരെ ഞങ്ങൾക്ക് എപ്പോഴും കാവൽ ഏർപ്പെടുത്തണമേ. തിന്മയുടെ സകല സ്വാധീനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തതിന് വളരെയേറെ നന്ദി. കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ നിറയട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി വളരെ പരിശുദ്ധിയോടെ ഒരുങ്ങുവാൻ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ സാധിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.